morning devotion. I'm forever yours. Praise God. Hallelujah. നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവുള്ളത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ട് കൊടുക്കാം. യെസ്, നിങ്ങളുടെ ചിന്താകുലങ്ങളെ നിങ്ങൾ ചുമക്കണ്ട, അവന്റെ മേലിട്ട് കൊള്ളുക. അവൻ നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്ന് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയുടേത്. ഞാനല്ല യുദ്ധം ചെയ്യും, ഞാനിവിടെ നിൽക്കുന്നതേ ഉള്ളൂ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. എന്നെ ജയിപ്പിക്കുകയോ ഞാനിവിടെ എന്തെങ്കിലും ആകുന്നെങ്കിൽ അതിന് റീസൺ കർത്താവാണ്. കാരണം കർത്താവാണ് എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ചെങ്കടലിന് മുമ്പിൽ നിന്ന് മോശ ജനത്തോട് പറഞ്ഞ കാര്യമാണ്, യുദ്ധം യഹോവയ്ക്കുള്ളത്, നിങ്ങൾ മിണ്ടാതിരിക്കും. നിങ്ങളുടെ സാഹചര്യം എന്തുമാണ്? നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കർത്താവ്, നിങ്ങൾക്ക് വേണ്ടി അവസ്ഥകളിൽ സാഹചര്യങ്ങളിൽ കയറി ഇടപെടുന്ന ഒരു കർത്താവ്. അവൻ കർത്താവ്, ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്ര തകർന്ന് മുറിവേറ്റവരായി കിടക്കുമ്പോൾ നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. ആമേൻ. അവിടെ ജനത്തോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. അതായത് അവിടെ പറയുന്നത് വേവറിയാതെ, നിങ്ങൾ കുലുങ്ങാതിരിക്കുക. നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളെ അടിമത്വത്തിൽ നിന്ന് പുറത്തിറക്കുമെന്ന് മാത്രമല്ല പറഞ്ഞത്, വാഗ്ദത്ത ദേശത്ത് എത്തിക്കുമെന്നുള്ളതും അവന്റെ വാഗ്ദത്തം. അതെ, ഇന്നലകളിൽ അത്ഭുതം ചെയ്തവ മാത്രമല്ല, നിങ്ങളുടെ എന്തിനു വേണ്ടി അത്ഭുതം ചെയ്തോ ആ അത്ഭുതത്തിന്റെ പൂർത്തീകരണത്തിൽ നിങ്ങളെ എത്തിക്കും. നിങ്ങളുടെ ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ ഹല്ലേലൂയ ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമാണ്, ജനത്തോട് നിലവിളിക്കേണ്ട എന്ന് പറഞ്ഞു. ശരിയാ, നീ എന്നോട് നിലവിളിക്കേണ്ട, പക്ഷെ നീ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ജനത്തോട് മുന്നോട്ട് പോകാൻ പറയുക. ചെങ്കടലിനെ വിഭാഗിക്കാനായിട്ട് നിന്റെ മേലൊരു അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ വലിയ വെല്ലുവിളികളുടെ മുമ്പിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിലും നിങ്ങൾ തളരരുത്, നിങ്ങൾ പതറരുത്. യേശുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും നിങ്ങളുടെ മേലൊരു അധികാരത്തെ, നിങ്ങളുടെ മേലൊരു അഭിഷേകത്തെ പകർന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ ദൈവപ്രവൃത്തി കർത്താവിന്റെ പദ്ധതിയാ. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ട് നിലവിളിച്ച് കരയുന്നവരായിട്ടല്ല, സാഹചര്യം കൊണ്ട് കൽപ്പിക്കുക. നിങ്ങളുടെ ഹല്ലേലൂയ അധികാരത്താൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് തന്ന അധികാരത്താൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറിയിരിക്കും. നിങ്ങൾ ഇന്ന് പകൽ ഒരു അനുഗ്രഹമായി തീരും. ഇന്ന് കണ്ട ആമേൻ പ്രതികൂലങ്ങളെ ഇനി മേൽ നിങ്ങൾ കാണത്തില്ല. ഗാഡ് ബ്ലസ് യു. ആമേൻ.